ജനലിൻ്റെ ഇത്രയും പൊക്കത്തിൽ വെള്ളം കയറി. മുറ്റു വാളേട്ടാ, നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമായി. ഇതെങ്ങനെയുണ്ട് സാധനം? ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനത്തെ മഴയായി, മഴക്കാലമായിട്ടാ. ഇനിയിപ്പോൾ എൻ്റെ നാട്ടിൽ ഫുള്ളും വെള്ളവും വെള്ളപ്പൊക്കമൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടിലെ വെള്ളപ്പൊക്ക കാഴ്ചകളും മീൻപിടുത്തമൊക്കെ കാണിച്ചു തരാവേ. മഴ തുടങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരും മീൻ പിടിക്കാനുള്ള ടൂൾസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. 2 ദിവസം മഴ നിന്നങ്ങ് പെയ്ത് കേട്ടോ. നിന്നങ്ങ് പെയ്തതിൻ്റെ പെട്ടെന്ന് വെള്ളം കയറിയുണ്ട്. നമ്മൾ ഈ കാണുന്ന നെൽപ്പാടമായിരുന്നു, പാടമൊക്കെ വെള്ളം പറ്റിക്കിടന്ന കേട്ടോ. 2 ദിവസം ഇന്നങ്ങ് മഴ പെയ്തപ്പോൾ വെള്ളം പെട്ടെന്നങ്ങ് കയറി. എൻ്റെ വീട്ടോട്ട് വന്ന റോഡാട്ടോ, മെയിൻ റോഡാണ് ഈ കാണുന്നത്, ഈ ടാറിട്ട് റോഡ്. ഇതിൻ്റെ 2 സൈഡിലും നെൽപ്പാടങ്ങളാട്ടോ. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കണ്ടോ, മെയിനായിട്ട് ഞങ്ങളുടെ വെള്ളപ്പൊക്കം പോകുമ്പോൾ ഈ റോഡൊക്കെ മുങ്ങും. ഈ റോഡ് മുങ്ങി ഈ റോഡിൻ്റെ പൊക്കം വഴി വെള്ളം ഒഴുകുവേ. പിന്നെ വണ്ടികളല്ലായിരിക്കും, മൊത്തം ഞങ്ങൾ വള്ളത്തിലായിരിക്കും. റോട്ടിൽ കൂടി തന്നെ വള്ളത്തിൽ പൊഴിഞ്ഞു പോകും, അതുപോലെ വെള്ളം കയറും. ഇത് കണ്ടതേ ഞങ്ങളുടെ റോഡാണ് കേട്ടോ കാണുന്നത്. വെള്ളം നല്ല വെള്ളം കയറുമെന്ന് റോട്ടിൽ കൂടി വെള്ളം കവിഞ്ഞു വിടും കേട്ടോ. സാധാരണ നമ്മുടെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഇതേ കണ്ടോ, വള്ളം വന്ന് കിടക്കണ്ട. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ റോട്ടിൽ കൂടിയൊക്കെ വണ്ടിക്ക് വരും വള്ളത്തിലായിരിക്കും പോകാൻ പോകണ്ട. ഫുള്ളും മുങ്ങി, റോഡൊക്കെ നിറച്ച് വെള്ളമായി. അടിപൊളിയാട്ടെ. ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വെള്ളം ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയുമ്പോൾ കണ്ടോ ഈ റോഡ് ഒന്നും കാണാൻ മേലാത്ത രീതി വെള്ളമാകും. റോഡ് ഏതാ തോട് ഏതാന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാട്ടാ. ഇത് കണ്ട വണ്ടി ഇരിക്കുന്ന റോട്ടിൽ, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് പാടവും തോടും വേണ്ട ഫുള്ള് മുങ്ങിക്കിടക്കുക. ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥയാട്ടോ ഈ കാണുന്നത്. ഒരു വീടാണ്, വീടിൻ്റെ കണ്ടത് ജനലിൻ്റെ ഇത്രയും പൊക്കത്തിൽ വെള്ളം കയറി. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും നാട് വിട്ട് കുറേ പേരെ ക്യാമ്പിലോട്ടൊക്കെ പോയി. ഞങ്ങളുടെ റോഡായി കാണുക കേട്ടോ. ഈ റോഡ് ഏതാ തോട് ഏതാ പാടം ഏതാന്ന് അറിയാൻ മേലാത്ത രീതി മൊത്തം മുങ്ങിക്കിടക്കുക. ഇത് കണ്ടോ നമ്മുടെ മെയിൻ പാലം കേട്ടോ. നമ്മുടെ മറ്റേ ഓരിമുട്ടൊക്കെ വെച്ചിരുന്ന പാലല്ലേ, ആ പാലത്തിന് മേളിൽ നിന്നുള്ള എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇത് മൊത്തം കണ്ടോ റോഡൊക്കെ മുങ്ങി, നമ്മളാ റോഡൊക്കെ മുങ്ങിയുണ്ടോ. എന്നാ വെള്ളം വരാമെന്ന് നോക്കിയാൽ. മെയിൻ റോഡാണ് കേട്ടോ, വൈക്കത്തിന് പോകേണ്ട റോഡാണ്. റോഡ് മൊത്തം മുങ്ങി, ആൾക്കാരൊക്കെ ഇല്ലാണ്ട് നീന്തി പാച്ചൊക്കെ പോകണം. ബൈക്കൊക്കെ മുക്കിക്കൊണ്ടാവന്നെ. കണ്ടത് ഒരു മീൻ വെള്ളം അങ്ങ് റോട്ടിൽ കൂടി ഒഴുകിയപ്പോഴത്തേ ചാടി പുള്ളി തത്തി രക്ഷപ്പെട്ട് പോകും കേട്ടോ. ചെറിയ ഒരാക്കാണെന്നാ തോന്നുന്നു. വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ ഉറുമ്പുകളും എല്ലാം കൂടി കരയുള്ള ഭാഗം നോക്കി. കരയെന്ന് പറയാൻ വേറെ ഒന്നുമില്ല കേട്ടോ. ഓരോ ചപ്പിൻ്റെയും ചവറിൻ്റെ ഒക്കെ മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കൂട്ടം കൂടിയിരിക്കും കേട്ടോ. പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസരം കേട്ടോ വെള്ളപ്പൊക്കം. ഇത് കണ്ട നമ്മുടെ പറമ്പിൽ കൂടിയൊക്കെ എല്ലാവരും വെള്ളം തുഴഞ്ഞ് നടക്കുക. വെള്ളപ്പൊക്കം വന്നുള്ള ഏറ്റവും വലിയ വിഷയം കേട്ടോ. ഇതുപോലെയുള്ള പശുവിനെ വളർത്തണം അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വളർത്തണമൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ. കയറി കെട്ടാനും കിടത്താനും ഒന്നും ഒരു സ്ഥലം ഉണ്ടായില്ല. പിന്നെ ഇതേപോലെ ചെറിയ കുറച്ച് സ്ഥലങ്ങൾ കാണും കേട്ടോ റോഡിൽ നടുക്ക്, ഇതേപോലെ കരകളോ. അവിടെയും കൂടി വെള്ളം കയറിയാൽ പണി പാളി. ഇതുങ്ങൾക്ക് എവിടെ പോയി നിൽക്കുമല്ലേ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം. അതെ നമ്മുടെ വള്ളം കിടക്കാനുണ്ടോ, നമ്മുടെ പുഴയാട്ടോ, നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പുഴയാണ്. നല്ല കലക്ക വെള്ളമാണ് കേട്ടോ. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം. മഴ പെയ്തൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായി വന്നിരിക്കും. അപ്പോൾ അത് അവിടെ കുറേ ഒടക്കോലക്കാരുണ്ട് കേട്ടോ, നമ്മുടെ കമ്പനിക്കാരൊക്കെ തന്നെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലയൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ വലയിൽ വല്ലതും കിട്ടിയെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാവേ. അതിൻ്റെ പുലിയാണോ ആണോ ഇവിടെ കിടന്ന് ചാടുന്നുണ്ട്? കൂരിയാന്ന് തോന്നുന്നു. കൂരിയാണോ പുലിയാണോ ഇന്നത്തെ കിടന്ന് ചാടുന്നുണ്ടല്ലോ. അതിൻ്റെ താറ്റുണ്ടില്ലേ, മുഴുത്താണല്ലേ, നല്ല മുഴുത്താണ്. മൊത്തം ചെളി കയറി പിടിച്ചിരിക്കുകയല്ലേ, ചവറ. ഇവിടെ ഒരു ഉടക്കവല ഇട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നിറച്ച് എന്തൊക്കെ മീൻ കയറി കിടപ്പുണ്ടേ. ഇതുകൊണ്ട് വലിക്കണ്ട, നോക്കട്ടെ കാണിച്ചു തരാവേ. വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതാ കേട്ടോ മെയിൻ പരിപാടി. മെയിൻ പരിപാടി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു തൊഴിലാണ്. ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികളെല്ലാവരും തൊഴിലെന്ന് വേണം പറയാം. ഇതാണ് മെയിനായിട്ട്. ഇത് കണ്ട, ഓ അത് വാള കേട്ടോ. അതെ അടിപൊളി വാള കയറി കിടക്കണ്ട. ഇത് കണ്ടത് ഉടക്കോലക്കകത്ത് മുറ്റു വാള കേട്ടോ. ഇത് കണ്ടത് അടിപൊളി സാധനം. അതിൻ്റെ അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ, കിടിലൻ സാധനം കേട്ടോ. ഉടക്കോലക്ക് ഉടക്കി കിടക്കുവാണേ. ഒമ്പോ ഓ വെട്ടി താന്നു പോകും. ഇത് ഇങ്ങോട്ട് മൊത്തം പുല്ലനാട്ടാ, ആ വല തന്നെ. ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കിടക്കി മൊത്തം പുല്ലന. ഈ ഒരു വല തന്നെ ന്യായമായ രീതിയിൽ മീനുണ്ട് കേട്ടോ. പുല്ലനും മഞ്ഞക്കൂരി വാളയൊക്കെ ആയിട്ട് ന്യായമായ രീതിയിൽ മീൻ കിടപ്പുണ്ട്. തൊഴഞ്ഞു അല്ലേ, വാളയുടെ വാടിന് പോകും. ആ തൊഴഞ്ഞു വാ, മുഴുത്ത വാള അത് ഊരിപ്പോയില്ലെങ്കിൽ. നീ ഇത് തുഴഞ്ഞ വള്ളം അങ്ങ് ചെല്ലൂടാ. വല ഇവിടെ കിടക്കണേ. ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് മുഴുത്ത വാള. ആ വാള എടുക്കാം ആദ്യം. ആ പുല്ലനൊക്കെ കിടന്നാലും കുഴപ്പമില്ല, വാള എടുത്ത ഞാൻ ഇല്ലാതെ തുമ്പത്തെ കിടന്നത്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഇങ്ങോട്ട് വാ, കയറി വാ. സെൻറ്ററില്ല കയറി വാ, ഇച്ചിരി കയറി വാ. ആ കിടക്കണം, നടുക്ക് കിടക്കണ വാള. വലയങ്ങ് പൊക്ക്. ആ അത് തന്നെ പൊക്കിക്കോ. അറ്റത്ത് പുല്ലൻ കിടപ്പുണ്ട്, പുല്ലൻ എടുക്കണ്ട. ആ വാള പൊക്കി. നീ വള്ളം നേരെ നിർത്ത്.
ആ പൊക്കിക്ക് ആ തുഴയിട്ട് പതി പൊക്കി നോക്കി ഈടത്ത് ഈ കിടക്കണ വല്ലത് ഈ എവിടെ നോക്കണേ അത് തന്നെ ആ ഇപ്പോൾ തുടക്കി പൊക്കിക്ക് വള വെക്കണ്ട അത് പതിയെ വല വള്ളത്തിലോട്ട് പൊക്കി പോയി വലയോടുകൂടി വെള്ളത്തിൽ പൊക്കി പോയി ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ പിടച്ചു പോകും ആ ഇനി എടുത്തിട്ട് ഞാൻ കാണിച്ചേ പുലിനല്ല കൂരിയുണ്ടോ മഞ്ഞക്കൂരിയുണ്ടോ എവിടെ മൊത്തം പുലിനാണ് കൂരിയുണ്ടോ ആണോ ആ എന്നാ മതി അത് പൊക്കോ കൊണ്ടുപോയിട്ട് ഇല്ലെങ്കിൽ പോകും മൊത്തം 2 ആഴ്ച മുമ്പ് കണ്ട നമ്മുടെ പുഴയാണ് ഈ കാണുന്നത് നോക്കി കുത്തി കലങ്ങി എന്നെ വെള്ളം വരാമെന്ന് നോക്കി 2 ആഴ്ച മുമ്പ് നമ്മൾ ചുമ്മാ അതിൽ കൂടി രാത്രി മീൻ നോക്കി കിടന്നു നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമായിരുന്നു നമ്മൾ ചെറുക്കാനായിട്ട് നടന്ന സ്ഥലം കേട്ടോ ഇപ്പോൾ കിടക്കണുണ്ടോ കുത്തി കലങ്ങി ഒഴുകും കേട്ടോ ഇത് ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഒഴിപ്പോണം കേട്ടോ അപ്പോൾ തേങ്ങ വേണ്ടവർക്ക് വള്ളത്തേടെ സുഖമായിട്ട് ഇങ്ങനെ പെറുക്കി എടുക്കാം വീശിയിട്ട് വല്ലതും കിട്ടണുണ്ടായിരുന്നോ ആണോ വയമ്പല്ലേ നല്ലപോലെ പൊടിമീൻ ഇതേ ഇവിടെ മറിയുണ്ട് നല്ലപോലെ മറിയുണ്ട് വെള്ളം മീനാണ് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം നിറച്ച് മീനായിരുന്നു ഇതിനകത്ത് നല്ലപോലെ മീനുണ്ട് ആണല്ലേ പുല്ലനായിരിക്കും അല്ലേ പറമ്പ് മൊത്തം മീനല്ലേ പിന്നെ എങ്ങനെ ആൾക്കാരെല്ലാരും പിടിച്ചുകൊണ്ടങ്ങ് ഇല്ലേ വയമ്പാന്ന് തോന്നല്ലേ കൊഴുവാണ് വയമ്പല്ലേ നേരെ കൊട്ടക്കാത്ത ആ കുഴപ്പമില്ല അടിപൊളി ചെറിയ വയമ്പ ഇതിലെ സാധനം അടിപൊളി ഒരു കാഴ്ച കാണിച്ചില്ല ഇത് കണ്ട ഇവിടെ ആരണ്ട് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടൊക്കെ മീൻ കയറി കിടക്കുന്നുണ്ട് കണ്ട 2 മീൻ കിടന്ന് ചാടം ഉണ്ടായിരുന്നു എന്നാ മീനാന്ന് അറിയാൻ പറ്റില്ല ആ അത് കണ്ട രണ്ടൊക്കെ മീൻ കിടന്ന് ചാടിയിരിക്കണ്ട മൊത്തം വെള്ളമായിപ്പോയി കേട്ടോ അപ്പോൾ അതേ ആരെങ്കിലും കൂടിനകത്ത് മീൻ കയറി കിടക്കണം അതുകൊണ്ട് അടുത്ത ആൾക്കാരൊക്കെ കൂട് വെക്കാൻ പോകും ഇഷ്ടംപോലെ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം അതിനകത്ത് രണ്ടൊക്കെ മീനുണ്ട് ആമയാണ് ഓ നിരന്ന് കിടക്കോട്ടെ ഈ വെള്ളം മൊത്തം വെള്ളമായിപ്പോയി പറമ്പിലൊക്കെ നിറച്ച് വെള്ളമായിപ്പോട്ടെ വെള്ളം കയറി മുങ്ങി വെള്ളപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മീൻ പിടുത്തം കേട്ടോ നമ്മുടെ ഊട്ടയുടെ സീസൺ കഴിഞ്ഞിട്ടും കാര്യമില്ല ഇഷ്ടംപോലെ മീൻ പിന്നെയും കയറിക്കൊണ്ടിരിക്കട്ടെ എന്നാ വെച്ചാൽ വെള്ളം കൂടി പുഴയെന്ന് ഒഴുകി വെള്ളം പറമ്പിലൊക്കെ വെള്ളപ്പൊക്കെ ആയിരുന്നു വെള്ളം കയറി കഴിഞ്ഞപ്പോൾ എല്ലാ മീനും കരക്കോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇത് നമ്മുടെ ഊത്ത കയറിയ സ്ഥലം കേട്ടോ ഈ കാണാൻ മൊത്തം അവിടെ എല്ലാം വെള്ളമായിപ്പോയി ഇത്രയും വെള്ളത്തിലൊന്നും ഊത്ത കയറിയില്ല എല്ലാം ഇറങ്ങിപ്പോകും അത് കാരണം എല്ലാവരും കൂട് വെച്ചിട്ടും വല വീശിയൊക്കെ ആയിട്ട് പിടിക്കുക വെള്ളം പൊങ്ങിയപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ആഘോഷമാട്ടോ ശകനം പോലെ ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കണം വലിച്ചു കയറ്റി വെള്ളപ്പൊക്കെ ആയ കാരണേ എല്ലായിടത്തും വെള്ളം ശകലം കരകൾ ആ കരയിൽ വന്ന് പട്ടിയൊക്കെ ഒന്ന് കളിക്കണ്ട രക്ഷപ്പെട്ട് വന്നിരിക്കണല്ലേ ആ കടിപിടുത്താണ് കളിയാണ് രണ്ടുപേരും കൂടി ആ ഇങ്ങോട്ട് നോക്കി രണ്ടുപേരും ആ കണ്ട് അവിടെ നിന്ന് കണ്ട് വെള്ളം പൊങ്ങിയപ്പോൾ എല്ലാവരും ഞങ്ങളുടെയൊക്കെ വണ്ടി ഫുള്ള് എടുത്ത് റോട്ടിൽ കയറ്റി വെച്ച് കേട്ടോ കാറൊക്കെ അതേ കലിങ്ങ കയറ്റിയിട്ടിരിക്കും നോക്കണം വീടല്ലേ പതിയെ ഇനിയിപ്പോൾ ഇരുട്ടായി കഴിയുമ്പോൾ നമുക്ക് പതിവ് പരിപാടി നമുക്ക് പതിയെ ഇറങ്ങിയിട്ട് നമുക്ക് രാത്രി വല്ല മീൻ കിട്ടുമെന്ന് തപ്പി നോക്കാം കേട്ടോ ഈ കുറച്ചുകൂടി ഇരുട്ടാട്ടോ പക്ഷെ നല്ല മഴക്കാറുണ്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളെല്ലാം കൂടി നാട് വിട്ട് പോകേണ്ടി വരും തോന്നുന്നു ഇനിയിപ്പോൾ ഞാനും നമ്മുടെ ആശാനും കൂടി ചുമ്മാ നൈറ്റ് മീൻ നോക്കാറും കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമായി ഇത് കണ്ടോ കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ വീടിനകത്ത് വെള്ളം കയറും കേട്ടോ നല്ല അടിപൊളി വെള്ളപ്പൊക്ക ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാം വല്ല മീൻ കിട്ടുമെന്ന് ഇത്ര പുല്ലൻ ചത്തിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇരിക്കണ്ട ഇന്നലെ രാത്രി മീൻ കയറിയാന്ന് തോന്നുന്നു ഞാൻ കുത്തിയെടുത്തേനെ ചത്താന്ന് തോന്നുന്നു ഇത് നോക്കി പൊക്കി നോക്കട്ടെ അത് ചത്തതാ കണ്ട അത് ഇന്നലെ മീൻ കയറിയ മീനായിരുന്നു അത് ചത്തുപോയി കേട്ടോ അങ്ങോട്ട് കളഞ്ഞത് ഓട്ടെ ആ അവിടെ കിടക്കട്ടെ ഇത് മുഴുത്ത പുല്ലിനെന്തോ ആയിരുന്നു കേട്ടോ പക്ഷെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പോകണ്ട നോക്കട്ടെ അതിൻ്റെ അകത്ത് അത് പോയി കിടക്കണ്ട കുട്ട് പോണെങ്കിൽ കുട്ടിക്ക് അത് ഓടില്ല കൊണ്ടാ പതി പൊക്കി പതി നേരെ കണ്ടു പോയി അത് കൊണ്ടില്ലെന്ന് തോന്നുന്നു പോയി ആണ്ട് അതിന് കൊണ്ടായിരുന്നു ചതമ്പലിരിക്കണ്ട ഉപ്പലിൽ അത് ഓടിപ്പോയി അതുകൊണ്ട് കമ്പിലുണ്ട് അത് ഞാൻ പറയുന്നത് അയ്യോ കമ്പി വേറെ ഇറക്കണ്ട ധ്യാനക്കുട്ടി ഇറക്കണം ഇപ്പുറത്തോ കിടക്കണ്ട മീനാന്ന് തോന്നുന്നു ഈ കിടക്കണ്ട ഒരു നിഴൽ പോലെ ഇറക്കണ്ട ആ കുട്ടിക്ക് മീനാന്ന് തോന്നുന്നു
ആ കൊണ്ട് ആ മീന അത് പതിയെ പൊക്കിയെടുക്കണേ. ആ ടോർച്ചിങ് കണ്ടോ, ടോർച്ചിങ് പിടിക്കും. പതിയെ പൊക്കണേ, പതിയെ നേരെ പതിയെ പൊക്കി. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ട് വലിച്ചു പൊക്കാവളെ. എന്നിട്ട് താത്തി പിടിക്കണേ, പതിയെ വലിച്ച് അടിയിൽ പതിയെ ഞെക്കി കയറ്റിക്ക്. ആ അതിന് പതിയെ പൊക്കിക്ക്. ആ ഞെക്കി കയറ്റി ഊരിപ്പോ. ആ ഒന്നുകൂടി പതിയെ വലിച്ച് ഞെക്കി കയറ്റി ഒന്നുകൂടി കയറ്റി. അതിന് പതിയെ പുറകോട്ട് പോട്ടെ. ചവര ഒന്ന് കുത്തിത്തള്ളു. ആ പതിയെ വലിച്ച് അത് ഞാൻ ഇറങ്ങിയെടുക്കാം. അല്ല ഊരിപ്പോ ഞാൻ ഇറങ്ങിയെടുക്കാം. ഞാനും ഒരെണ്ണം കുത്തി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഊരിയെടുക്കട്ടെ, അല്ലേ ഊരിപ്പോ. ഈ കുത്തി വെച്ചിരിക്കണം, അയ്യപ്പടത്തെ ഊരിപ്പോ. ആ പതിയെ കമ്പി ഊരി. ആ പോട്ടെ. ആ ഇവിടെ വെച്ചോ. അയ്യപ്പടത്ത് പോലെ വലക്കാത്തില്ല പോയി. റോഡിൽ മൊത്തം വെള്ളം കയറി കിടക്കട്ടെ. അപ്പോൾ കയറി നടന്ന് കുത്താം. വെള്ളപ്പൊക്കം എന്ന് പറയുന്നുണ്ട്, റോഡൊക്കെ നിറഞ്ഞ് വണ്ടിയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പം കിടക്കും. അവിടെ നിന്ന് മീനോട്ടൊക്കെ വരുന്നുണ്ട്. ഇത് രാവിലത്തെ വലയാണത്, വാള കയറി വലയാണ്. ആണോ, ഞാനത് രാവിലെ ഞാൻ ശ്യാമിനോട് പറയും ചെയ്ത്. അവൻ അങ്ങനെ വല പോക്കിയപ്പോൾ വല മൊത്തം പ്രശ്നമാണ് പോകുന്നു. ഇനി ആ വല പോക്കാണല്ലോ. അത് പോകും, കുഴഞ്ഞു കയറുമ്പോൾ പോയി. പിന്നെ ആണല്ലേ, കുഴഞ്ഞും തെങ്ങും പോട്ടെ വലിയൊരു കണ്ണടാണ്. അവിടെ വേറെ കിടപ്പുണ്ട് ആണല്ലേ. അവളെയൊക്കെ നോക്കിയിരിക്കും കേട്ടോ. എന്നാങ്കിലൊക്കെ പ്രാണി എന്തെങ്കിലും വരികയാണെങ്കിൽ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പുണ്ടോ. ടോർച്ചിങ് അടിച്ചാൽ തവളയുടെ മേത്തടിച്ച് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ. നല്ല മുഴുത്ത പച്ചത്തവളെ. അടുത്ത ആമ പുള്ളിയും കരക്ക് കയറി ഇരിക്കും കേട്ടോ. പതിയെ പുള്ളി റോഡ് ക്രോസ് ചെയ്യാനാണെന്ന് തോന്നുന്നു. വെള്ളപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെയൊക്കെ സമയം പോക്ക് ചെയ്താൽ കേട്ടോ. ഇങ്ങനെ ഈ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നാൽ ഇഷ്ടംപോലെ മീൻ കിട്ടും. റോഡായാലും പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാമ്പും പഴുതാരുന്നിടത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നാൽ മതി, മീനും കിട്ടും, സമയവും പോകും. വേറെ റോട്ടിൽ കൂടിയൊക്കെ പൊട്ടിമീൻ നടക്കണ്ട. അത് കുറുവാപ്പരൽ നിൽക്കണ്ട. പിന്നെ ഇത് ഇവിടെ കുറേ നിൽക്കണം. ഇവിടെ വേറെ ചില്ലാങ്കൂരിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി നിൽക്കണ്ട. കൈ കൊണ്ട് പിടിച്ചു, കിട്ടുമെന്ന് പിടിച്ചെടുത്തോ. അത് ഏനിക്കും അതിനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുത്തു, കിട്ടുമോ നോക്കും. ഇപ്പുറത്തേക്ക് അത് ഓടിപ്പോ പോണതാ. കിടക്കാണ്ട പിടിക്കാൻ പറ്റുമോ നോക്കും. ആണ്ട പോയി പിടി. അത് പോട്ടെ വാ. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ ആശാനും കൂടി ഇറങ്ങി നോക്കിയായിരുന്നു കേട്ടോ. അതെന്നാ വെച്ചാൽ വെള്ളപ്പൊക്കത്തിന് മുമ്പ്, വെള്ളപ്പൊക്കത്തിന് 2 ദിവസം കൊണ്ടാണ് ഈ എത്രയും വെള്ളം കയറും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയിട്ട് കുറേ മീൻ കിട്ടിയത്. നമ്മുടെ ആശാൻ കുറേ കുത്തി എടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ. ആ തോട്ടിനകത്ത് പോയി ചിലപ്പോൾ വാള കാണും. എഴുന്നേറ്റില്ലേ, മുപ്പലിയെടുത്ത് എഴുന്നേറ്റില്ലേ, ആ തലയിൽ നീ വലിയ മീൻ കാണും കേട്ടോ. കുത്തിക്കൊള്ളണേ, തലക്ക് കയറിയുന്നോ പോലെ എൻ്റെ തല കുത്തിക്കോളാം. ആ കൊണ്ട് പതിയെ പൊക്കിയെടുക്കണേ, പതിയെ. ആ ടോർച്ച് വേണം താഴത്ത് പോയി പോരുത്. പതിയെ അങ്ങനെ ചരിച്ചു പോക്ക്. എന്ത് കാണിച്ച് കാണട്ടെ. ആ നേരെ പതിയെ മതി കുഴപ്പം. കൊള്ളാം. എന്തേ പൊക്കി. ആ കണ്ട, നല്ല മുടുത്ത താമരക്കാലം കൂടി കൊള്ളാം. നോക്കിക്കോ, ആ തലേന്ന് നോക്കിക്കോളേ. ഇനി അതുപോലെ ഇഷ്ടംപോലെ മീൻ കാണുമ്പോൾ കുത്തിക്കോളേ. കറക്റ്റായിട്ട് കുത്തണേ, ഇല്ലെങ്കിൽ ഊരിപ്പോവും. ആരാണ് കണ്ട കിടക്കണ്ട. കറക്റ്റ് പവറിൽ കുത്തണം. കിട്ടിയത് കൊണ്ടും തോന്നണം. പതിയെ പൊക്കി നോക്കി, പതിയെ പൊക്കണേ. പതിയെ പുറത്തെ പിടക്കമുണ്ടാ കമ്പിയിൽ ഉണ്ടാ പിടക്കമുണ്ട്. പതി ചരി പോലെ പൊക്കി. അയ്യോ കണ്ട, അത് പൊക്കിയെടുക്കണം ചരിച്ച്. അയ്യോ ഇതിൻ്റെ അടിയിലോട്ട് ഓടിപ്പോയി. കൊണ്ടായിരുന്നത്. പതിയെ ചരിച്ച് പൊക്കിയെടുക്കണേ എടുക്കുമ്പോൾ കേട്ടോ. അതെങ്ങനെ പൊക്കിയെടുക്കാൻ അറിയാം. നമ്മളിതിപ്പോൾ ഇത് കണ്ട, ഇപ്പോൾ മീൻ ഓർത്തിന് ഇങ്ങനെ മുപ്പല്ലിക്ക് നമ്മൾ കുത്തി താത്തി. അപ്പോൾ മുപ്പല്ലിയിൽ മീൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നേരെ ഒറ്റയടിക്ക് പൊക്കരുത്. പതിയെ ഇങ്ങനെ പൊക്കി നോക്കണം. എന്നിട്ട് മുപ്പല്ലിയുടെ തുമ്പത്ത് മീൻ എവിടം വരെ കയറിയിട്ടുണ്ട് നോക്കാം. തുമ്പത്താണ് കഴിക്കണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ കുത്തി താത്തണം, മനസ്സിലായോ? ഒന്നുകൂടി കുത്തി താത്തിയിട്ട് പതിയെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ ചരിക്കണം കമ്പി. നേരെ ഇങ്ങനെ പൊക്കരുത്. ഇത് കണ്ടോ, ഇങ്ങനെ കമ്പി ഇങ്ങനെ പതിയെ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊങ്ങണം, മനസ്സിലായോ? അപ്പം മീൻ എപ്പോഴും താഴത്തോട്ടേ പോരുള്ളൂ. കടച്ചാൽ ഊരി പോയില്ല. അപ്പം ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പൊക്കി എടുക്കാവേ. വലുതാണ്. പതിയെ ചരിച്ചു നോക്കണം. ഞാൻ ആദ്യം പറയുന്നത് ചരിച്ചു നോക്കണം. കൊള്ളാം. അത് ചരിച്ചു വേണം പൊക്കാനേ. വെള്ളത്തിൽ തരും പോലെ ഉപയോഗിക്കുന്നുണ്ടോ. എന്താ കറക്റ്റായിട്ട് കുത്തണേ. ടോർച്ച് തന്നെ മേല് കറക്റ്റ് അടിച്ചു കുത്തും.
ഇല്ല ദേ എൻ്റെ കുത്ത് കൊണ്ട് എന്നാലും ദേ മാറിക്കിടക്കണ്ട പതിയെ കമ്പിട് ഈ കിടക്കണ്ട ഈ അടി കിടക്കണ്ട ഈ കിടക്കണ്ട ഈ കിടക്ക കണ്ടാ കിടക്കണ ആണ്ടാ അവിടെയല്ല ഈ കാര്യത്തിൽ ഇത് വില മാറ്റി ഇത് കണ്ട ടോർച്ച് അടിക്കണ്ടത് ഈ തുഴ കണ്ട പതി തുഴക്കത്ത് നോക്കണം തുഴയുടെ പറ്റ കിടക്കണ്ട ഈ കിടന്ന കണ്ട ഈ വാരി കിടക്കണ്ട തീയുടെ കിടക്കണ്ട കണ്ട എവിടെ ആണ്ട അത് പിന്നെയും കുത്തുകൊണ്ട് പോയി ദേ കമ്പി വരും ഇന്ന് അവനെ പിടിച്ചിട്ടേ കിടക്കണ്ട തീ കിടക്കണ്ട ഈ ഇലയുടെ മറ കിടക്കണ്ട കറക്റ്റ് ഉന്നം പിടിച്ച് കൊടുക്കണേ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കണേ ആണ് പിന്നെയും പോയി ദേ പോണേ ദേ പോണാണ് അവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഇപ്പോൾ കണ്ട കറക്റ്റ് കുത്തണേ ദേ വന്ന് കിടക്കണ്ട അല്ലാണ്ട് എല്ലാ കുത്തും പോകണുണ്ട് അവൻ്റെ പുറത്ത് തൊലിയൊക്കെ പോയി കിടക്കണ്ട കറക്റ്റായിട്ട് കുത്തണേ ആണ്ട കിടക്കണം പെട്ടെന്ന് ആടാ ഓടിപ്പോയില്ലേ കറക്റ്റ് ഉന്നം പിടി അങ്ങനെ കുത്തിയിട്ട് കാര്യമില്ല അത് പിന്നെ ഇങ്ങോട്ട് പോകുന്നു ശേ അത് പോയി നടലടി കിടക്കണ്ട അത് ചരിച്ച് കുത്തണേ കിടക്കണ്ട അതെല്ലാം കാണാൻ പറ്റണ്ട അത് ആ കമ്പ് മാറ്റിത്തരാം പതി ഞാൻ മാറ്റിത്തരാം നോക്കട്ടെ ഓടിയില്ലെങ്കിൽ കറക്റ്റ് കുത്തിക്കോണേ കറക്റ്റ് ഞാൻ മാറ്റിത്തരാം നേരം കിടക്കണ്ട ഞാൻ കുത്തി കുറച്ചെടുത്ത് കൊണ്ടും തോന്നും നോക്കി പതിയെ പൊക്കി കമ്പി നോക്കണം അതിനകത്ത് ഉണ്ടല്ലേ പോയാ ഒന്ന് പതിയെ പൊക്കിക്ക് ഉണ്ട് പതിയെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചരിച്ച് പോക്കണേ പതിയെ കമ്പി പൊങ്ങട്ടെ അല്ല ഇനി മേലോട്ട് പതിയെ പൊക്കിക്ക് ചരിച്ച് പോക്കട്ടെ ഉണ്ടോ ഉയ്യോ വേണ്ട ഊരിപ്പ് വേണ്ട അതങ്ങനെ പൊക്കരുത് ചരിച്ച് പൊക്കണം കേട്ടോ എപ്പോഴും ഊരിപ്പ് വേണ്ട എങ്ങനെയാണെങ്കിലും പതിയെ പൊക്കി പോകുമ്പോൾ ചരിച്ച് പോക്കണം വെറുതെ മീനെ കുത്തിക്കളയരുത് കേട്ടോ നടക്കും കറി വെക്കാൻ എടുക്കാമല്ലോ അത് ഒടിഞ്ഞെടുത്തു അടിപൊളി തേങ്ങ പതിയെ വെള്ളത്തെടുത്തിട്ട് പതിയെ എടുത്തിരുന്ന വെള്ളത്തിട്ട് പതിയെ വെള്ളത്തിൽ താത്തി പതിയെ അവിടെ കിടക്കട്ടെ കുത്ത് കൊണ്ടിട്ടുണ്ടോ പതിയെ പൊക്കാം അവിടെ പതിയെ ഞാൻ പറയാം പതിയെ പോയി അതെന്തോ കമ്പിയിട്ട് കൊണ്ടുണ്ട് കുഴപ്പമില്ല കമ്പിയിൽ കൊണ്ടുണ്ട് പതിയെ വലിച്ച കമ്പി കുഴപ്പമില്ല ആ ടോർച്ച് അവിടെ വെച്ചിട്ട് പതിയെ വരും പതിയെ താത്തിപ്പിടി ചുടിഞ്ഞക്കി താത്തിക്കും അതിന് പതിയെ പൊക്കിക്ക് ചുടിഞ്ഞക്കി താത്തി ഒന്നുകൂടി താത്തിക്ക് അതിന് പതിയെ പൊക്കി അതിന് പതിയെ പൊങ്ങട്ടെ പതിയെ ചരിച്ച് മേലോട്ട് പൊക്കും ഒരിക്കലും താഴത്തോട്ട് വെക്കല്ലേ കേട്ടോ താഴത്തോട്ട് വെച്ച് ഊരിപ്പോവും കുഴപ്പമില്ല ഊരിട്ടോ അതിനകത്ത് അവിടെ കിടക്കട്ടെ കുറുവയാണ് കമ്പിക്കകത്തുണ്ടവൻ പോട്ടെ കമ്പി എപ്പോഴും പൊക്കുമ്പേ ഇങ്ങനെ ചരിച്ചത് ഇങ്ങനെ പോകണം എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇത് കണ്ട ഇങ്ങനെ മേലോട്ട് പോകണം അപ്പോൾ മീൻ ഒരിക്കലും പോയാലോ കമ്പി ഇങ്ങനെ ലോക്കായി കിടക്കും കേട്ടോ എപ്പോഴും മേലോട്ട് പൊക്കിയെടുക്കണേ താഴത്തടിച്ച് കുളപ്പോയി കുഞ്ഞിനായിട്ട് ഇരിക്കണ്ട ഇത് താഴത്തിരിക്കണ്ട ആ ഫ്രണ്ടിൽ ഇരിക്കണ്ട അതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട അതിൻ്റെ അടി കുഞ്ഞുങ്ങൾ കണ്ട അതുകൊണ്ട് കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കണം നല്ല രസമല്ലേ ഞങ്ങളെ ഇങ്ങനെ വന്ന വഴി പെട്ടെന്ന് ഞാൻ അതിനെ കാണാൻ വേണ്ടി നിന്ന് അപ്പോൾ ആ തള്ള അങ്ങ് മാറി കേട്ടാ അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ശല്യമാവും കുഞ്ഞുങ്ങൾ കണ്ട നല്ല രസമല്ലേ കോഴിക്കുഞ്ഞിനെ പൊടിയും അപ്പോൾ നമുക്ക് വിട്ടു പോകാം കേട്ടോ അപ്പോൾ നമ്മളതിനെ ശല്യപ്പെടുത്തുന്നില്ല ഞങ്ങളെ തിരിച്ചു പോകട്ടെ എന്നുവെച്ചാൽ മഴ പെയ്തു വന്നിട്ട് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നനയും കാരണം വിട്ടു പോയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം അയ്യോ മഴ പുറകെ വന്ന കാരണം പാഞ്ഞ വെള്ളത്തിൽ നിന്ന് അയ്യോ ഇതേ ഒരു കുറുവ പിന്നെ 2 തേങ്ങ കിട്ടി എന്ത് കുഞ്ഞുണ്ട് 2 കുഞ്ഞും കിട്ടി കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുറുവോട് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ആശാ മൊത്തം കുത്തിയെടുത്താണ് ഈ കാണുന്നത് കേട്ടോ അയ്യോ മഴ പെയ്ത കാരണം നമ്മൾ പരിപാടി നിർത്തി കളഞ്ഞു കേട്ടോ ഇഷ്ടംപോലെ കുറുവാപ്പം കുത്തുന്നോളാം അയ്യോ കുട്ടില്ല കേട്ടോ സിലോപ്പിയുടെ കുഞ്ഞാ നിൽക്കണം എൻ്റെ തീർത്തും ചെറുത് നിൽക്കണം ഇഷ്ടംപോലെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളമായി കഴിഞ്ഞപ്പം എല്ലാം ഇറങ്ങി കിടക്കും തീർത്തും ചെറുതാട്ടോ അയ്യോ മുഴുത്തൊരു നാടന്മാരല്ലേ ഇറങ്ങിപ്പോയി ഇതെന്നാ വെച്ചാൽ റോഡിൽ മൊത്തം വെള്ളം ഇറങ്ങും നമ്മളിങ്ങനെ നടന്നു തന്നെ ഒച്ച കേൾക്കുമ്പോൾ എല്ലാം മീൻ ഓടിപ്പോയി ഇഷ്ടംപോലെ മീൻ സൈഡിലൊക്കെ വന്ന് നിൽപ്പുണ്ട് വെള്ളം കൂടിയപ്പോഴേ എല്ലാം സൈഡിൽ വന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം പക്ഷേ നമ്മൾ അനങ്ങി ചെല്ലുമ്പോൾ ഓടിക്കളയും നമ്മുടെ ആശാൻ ചെറിയ ചെമ്മീനെ കുത്തിയെടുത്തു കേട്ടോ കൊള്ളാം ഈ തീർത്തും ചെറുതാട്ടോ കറക്റ്റ് 30 കയറിയിട്ടുണ്ട് അടിപൊളി
എന്താ തീർത്തും ചെറുതാണ്, പക്ഷെ കറക്റ്റായിട്ട് കമ്പി കയറി കേട്ടാ. കുത്ത് കിട്ടുമോ നോക്ക്. കരിമീൻ പള്ളത്തിന് കുത്തു വാശ. കുത്ത് ആ കൊണ്ടാ. പതിയെ പൊക്കി നോക്കി, പതിയെ വലിച്ചു നോക്കും. പോയാ ഓപ്പറിൽ പോകണം പോക്കണ്ട്. അയ്യോ കൊണ്ടില്ല, ഓടിപ്പോവാ, പെട്ടെന്നാ പോകണം. അയ്യോ സിലോപ്പിയ ചെറുതാണ്, ഇറങ്ങി അത് ഓടിപ്പോയി. അവിടെ നിപ്പണ്ട കുത്തിക്കും, കറക്റ്റ് കുത്തണേ. പോയാ കാണാവാ? ആ കാണാൻ കുത്തിക്കും. കൊണ്ടാ പതിയെ പൊക്കി നോക്കി, പതിയെ പൊക്കിക്കേ നോക്കാം. പോയാ? ഒയ്യോ ചാടിപ്പ് വേണ്ട, ചാടി ഇടിച്ച് കളിക്ക് ഓടി വേണ്ട. ശേ കുത്തുകൊണ്ടില്ല, വരാലായിരുന്നു. കട്ടപ്പുളം കിടക്കണ്ട, ഇല്ല കിടക്കണ്ട, കിടക്കണ്ട. ഇതാ കട്ടപ്പുളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുണ്ടാവും വെള്ളം കയറുമ്പോൾ ഇങ്ങനെ. അത് എൻ്റെ മീനെ പിടിക്കാനാണ് തോന്നുന്നു. കിടക്കാൻ കിടപ്പുണ്ട്, 5 കിലോ കിടക്കണ്ട. അയ്യോ ഇതെന്നാ ഒരു കുത്ത് കൊണ്ടിട്ട് എല്ലാം തെറിച്ചു പോയുണ്ട്. പക്ഷേ വരാലിൻ്റെ കുഞ്ഞിനൊക്കെ ഉണ്ട്, നാടൻ വരാലിൻ്റെ കുഞ്ഞാട്ടോ, പൊടി കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്ത് വരാൽ ഇപ്പുണ്ട് കേട്ടോ. പക്ഷേ വിഷയം എന്നാ വെച്ചാൽ നമ്മളങ്ങ് മാറിക്കഴിയുമ്പോൾ പുറകെ ആരെങ്കിലും വന്ന് ഇതിനെ പിടിച്ചോണ്ട് പോകും. നമ്മൾ പിടിക്കണല്ലോ എന്തുവാലും. പൊടി കുഞ്ഞുങ്ങളായിട്ട് കാണാറ്. ഇതിൻ്റെ അപ്പുറത്ത് വരാലുണ്ട് കേട്ടോ, ഇതിൻ്റെ ചവറിനകത്ത് കിടപ്പുണ്ട് വരാൽ. പൊടി കുഞ്ഞുങ്ങളുണ്ട്, ചുമല കുഞ്ഞുങ്ങൾ. റോട്ടിൽ പോയി കട്ടപ്പുള ഇഴഞ്ഞു പോകുന്നുണ്ട്. ഇഴഞ്ഞത് നമ്മുടെ അടുത്തോട്ട് വരുക. റോട്ടിൽ കൂടി ഇഴഞ്ഞ് കിടക്കാൻ നടപ്പുണ്ട്. അപ്പോൾ അവൻ്റെ രക്ഷപ്പെട്ടു. അടുത്ത സെറ്റ് നാടൻ വരാലിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ വലിയ വരാലോ കേട്ടോ, അത് ഓടിപ്പോയി വേണ്ട. ഈ അടിയിൽ നിൽപ്പുണ്ട് കേട്ടോ അവരുടെ. പൊടി കുഞ്ഞുങ്ങളാട്ടോ, നല്ലപോലെ കാണിച്ചു തരാം. അടിയിട്ടോട്ട് ഇന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, പൊടി തീർത്തും പൊടിക്കുഞ്ഞു കേട്ടോ. വരാൽ എൻ്റെ അടിയിലുണ്ട്. പക്ഷേ ഇത് ആദ്യം ഞാൻ കണ്ട പോലെ തന്നെ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഇതിനെ നോക്കിയിട്ട് പിടിക്കില്ലേ പോകും, പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോകും. പുറകെ തന്നെ അവർ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. അതിനെ നിങ്ങളെ കട്ടകാല മുഴുത്ത സിലോപ്പിയായിരുന്നു കേട്ടോ. അയ്യോ പോകുന്നത് കമ്പിയിലുണ്ട്, ഇറങ്ങിപ്പോയ ഒരു ഒരൊറ്റ ഏറ് കൊടുത്തു. കമ്പിയിൽ കിടന്ന് പിടക്കമുണ്ട് കേട്ടോ. അയ്യോ പോരുത്. ആ മുഴുത്ത സിലോപ്പി കേട്ടോ. അയ്യോ ഇത് ജസ്റ്റ് കേട്ടുള്ളൂ കേട്ടോ. പൊങ്ങി വരണ്ട. അയ്യോ പോരുത്. അതിനെ വേണം കുത്തണ്ട, ഞാനെടുത്ത് കരക്കൊട്ട. ഇത് അടിപൊളി സാധനം. മറിയുന്നു. അമ്പോ ഇത് കണ്ട, കീടിലാണ് സാധനം കേട്ടോ. അടിപൊളി. കുത്തണ്ട. പുള്ളി ഇറങ്ങി ഓടിപ്പോയിരുന്നു കേട്ടോ. ഓടിപ്പോയി ഒരു ഒറ്റ കുത്തു കൊടുത്ത്. വേണ്ട കീടിലാണ് സാധനം കേട്ടോ. പുറത്തിട്ടാ വേണ്ട, പുള്ളി ഇറങ്ങി ഓടി അങ്ങ് പോയായിരുന്നു കേട്ടോ. ഓടിപ്പോയി ഒരു ഒറ്റ കുത്ത്. അമ്പോ കീടിലാണ് സാധനം. ഇതെങ്ങനെയുണ്ട് സാധനം? കൊള്ളാവാ? ആ അതെ, പണി പാളി. നല്ല അടിപൊളി മഴയാണ് പെയ്തു കേട്ടോ. അത് കാരണം നമ്മളെ പരിപാടി നിർത്താൻ നമ്മൾ നേരെ വീട്ടോട്ട് കയറും കേട്ടോ. ഇതേ നമുക്കിപ്പോൾ കിട്ടിയ മീനുകളിലാണ് കേട്ടോ. വലിയൊരു സിലോപ്പി കിട്ടി. പിന്നെ ആദ്യം കിട്ടിയ 2 പുല്ലനുണ്ടായിരുന്നു, അതിനെ വേറെ വലക്കകത്ത് കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഇത് ഒരു ചെറിയൊരു ചെമ്മീനുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. അമ്പോ നമുക്ക് ഇതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ മീനുകളാട്ടോ ഇത്. അപ്പോൾ അതെ എന്താകും നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ചിരിയെന്നൊന്നും അറിയാൻ വേണ്ട. നല്ലപോലെ വെള്ളം കൂടുതലാണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ വീഡിയോ എങ്ങനെ തീരുമെന്നൊന്നും അറിയാൻ വേണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നാട്ടിലെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ച മീൻപിടുത്തമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടേട്ടാ. ഓക്കെ, എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം.